ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള WWDC ഇവന്റിലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഇന്നലെ നടന്നത്. അതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള WWDC ഇവന്റിൽ ഓരോ OSകളും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇപ്പം iOS ആണെങ്കിൽ iOSന് മാത്രമായിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ്സിനെ പറ്റി പറയുവാണ്. പിന്നെ macOS, tvOS, watchOS അങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ ഇന്നലെ എല്ലാ OSകൾക്കും ഓൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അപ്ഡേറ്റും ഇംപ്രൂവ്മെന്റ്സും ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി എല്ലാം ഒരുമിച്ച് എല്ലാ OSകളും ചേർത്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ tvOSനോ അല്ലെങ്കിൽ watchOSനോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇന്നത്തെ ഇവന്റ് പൊതുവെ കാണുന്നതിൽ നിന്ന് ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞ ലെവലിൽ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഇവന്റിൽ ആപ്പിളിന്റെ ഫുൾ OSകൾ ആപ്പിൾ അനൗൺസ് ചെയ്തേക്കുവാണ്. iOS 27, iPadOS, macOS, tvOS, watchOS. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏതൊക്കെ ഡിവൈസുകൾ ഇന്നലെ റിലീസ് ചെയ്ത iOS 27 സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന് ഒരു ക്ലിയർ ഉത്തരം കിട്ടിയേക്കുവാണ്. നിലവിൽ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും വിച്ച് മീൻസ് iPhone 11 മുതൽ 17 Pro Max വരെയുള്ള ഡിവൈസുകളിൽ 27 സപ്പോർട്ട് ചെയ്യും, വിച്ച് മേക്സ് iPhone 11 ദ ലോങ്സ്റ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ഡിവൈസ്. കാരണം ഓൾമോസ്റ്റ് 8 വർഷത്തിനടുത്ത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിച്ചിട്ടുള്ള ഡിവൈസ് ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതോടെ iPhone 11 എന്ന് പറയുന്നത്. 2, ഇന്നലെ നടന്ന ഇവന്റ് ടിം കുക്ക്, ആപ്പിളിന്റെ ഇപ്പോഴത്തെ CEO ആയിട്ടുള്ള ടിം കുക്കിന്റെ ഒരു ഫെയർവെൽ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സെപ്റ്റംബറിൽ നടക്കുന്ന പുതിയ iPhone സീരീസിന്റെ ലോഞ്ച് ഇവന്റിന്റെ ടൈമിൽ CEO സ്ഥാനം അദ്ദേഹം ഒഴിയും എന്നാണ് പല ലീക്സും റൂമേഴ്സും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ഫൈനൽ ഇവന്റ്. 3, ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസേഷൻ. അതായത് ഏറ്റവും ലോവർ എൻഡ് ഡിവൈസ് ഈ പുതിയ അപ്ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ മോഡൽ മുതൽ നമുക്ക് പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം ലഭിച്ചിട്ടുള്ള കോമൺ ഫീച്ചേഴ്സിനെ പറ്റി പറയും. 1, ഫോർ ദ ഫസ്റ്റ് ടൈം കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എയർപോർട്സിന് ഒരു EQ എന്നുള്ളത്. സോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇക്വലൈസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പം എയർപോർട്സിന് ലഭിച്ചേക്കുവാണ്. ഇത് ഏതൊക്കെ എയർപോർട്സിന് ലഭിക്കും എന്നുള്ള കാര്യം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. പക്ഷേ കറന്റ് ലേറ്റസ്റ്റ് ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എയർപോർട്സുകളും വിച്ച് മീൻസ് എയർപോർട്സ് 3rd ജനറേഷൻ, 2nd ജനറേഷൻ, എയർപോർട്സ് 4, 3 ഇതെല്ലാം ലഭിക്കാനുള്ള ചാൻസസ് ആണുള്ളത്. എനിവേ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. 2, ലിക്വിഡ് ഗ്ലാസ്. iOS 26 യൂസേഴ്സ് ഏറ്റവും കൂടുതൽ പരാതിപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ചില യൂസേഴ്സിന് ആ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ലൂസൻസി താല്പര്യമില്ല. കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലിക്വിഡ് ഗ്ലാസ് ആണ് താല്പര്യം. അതുകൊണ്ട് തന്നെ 27ലേക്ക് വന്നപ്പം ആപ്പിൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുത്തിരിക്കുവാണ് ലിക്വിഡ് ഗ്ലാസിന്. സോ ഇപ്പം സെറ്റിംഗ്സിൽ ലിക്വിഡ് ഗ്ലാസിനെ നമുക്ക് ഫുള്ളി ഈ ഒരു സ്ലൈഡറിലൂടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഒപ്പം ആപ്പ് ഐക്കൺസ് കസ്റ്റമൈസേഷൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ iOS 26ൻ്റെ ഐക്കണും 27ലെ ഐക്കണും അത് തമ്മിലുള്ള ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആപ്പിൾ പറഞ്ഞനുസരിച്ച് പല ലേയേഴ്സ് ഓഫ് ലിക്വിഡ് ഗ്ലാസ് എലമെന്റുകൾ ചേർത്തിട്ടാണ് ഒരു ആപ്പ് ഐക്കൺ ക്രിയേറ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൂർണ്ണമായിട്ടും ലിക്വിഡ് ഗ്ലാസിൻ്റെതായിട്ടുള്ള ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ്, ആ ഒരു ഇംപ്രൂവ്നെസ് നമുക്ക് ആപ്പ് ഐക്കൺസിൽ കാണാൻ സാധിക്കും. സോ വിഷ്വലൈസേഷനിൽ അല്ലെങ്കിൽ കസ്റ്റമൈസേഷനിൽ ഈ 2 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം. macOS ആയിക്കോട്ടെ, iPadOS വിഷനോയ്സിലും വാച്ച്OSലും ഇതേ സിമിലർ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിലെ രണ്ടാമത്തെ മേജർ മാറ്റം വന്നിരിക്കുന്നത് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഇംപ്രൂവ്മെന്റ്സിലാണ്. നമ്മൾ ലീക്സ് വീഡിയോസിലൊക്കെ ഓൾറെഡി സംസാരിച്ചൊരു കാര്യമാണ്. ആപ്പിൾ കാര്യമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ, ഗൂഗിളുമായിട്ട് ചേർന്നിട്ടുള്ള ഇൻ്റഗ്രേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആ വാർത്തകളിലെല്ലാം വന്ന പോലെ തന്നെ ആപ്പിളിൻ്റെ ഫൗണ്ടേഷൻ മോഡലിനോടൊപ്പം തന്നെ AI വർക്ക് ചെയ്യുന്ന ആ ഒരു LLMനോടൊപ്പം തന്നെ ഗൂഗിളിൻ്റെ ഫൗണ്ടേഷൻ മോഡലും കൂടെ കമ്പൈൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആയിരിക്കും ആപ്പിളിൻ്റെ പുതിയ AI ആപ്പിൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AIയുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം തന്നെ ആപ്പിളിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് iOS 27ലേക്ക് വന്നപ്പം. എന്നാൽ ഇന്നലെ അനൗൺസ് ചെയ്ത AI ഫീച്ചേഴ്സ് ഏതൊക്കെ ഡിവൈസുകളിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. സോ അതൊന്ന് കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പം ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഓൺ സ്ക്രീൻ അവയർനെസ്, പേഴ്സണൽ കോൺടാക്ട്സ്, പുതിയ AI ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് റിപ്ലൈ പോലുള്ള ഫീച്ചേഴ്സ് നമ്മൾ ആർക്കാണോ റിപ്ലൈ കൊടുക്കുന്നത് അവരും നമ്മളും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം, ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആണെങ്കിൽ അതിപ്പോൾ നമ്മുടെ സിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, AI ക്രിയേറ്റ് ചെയ്യുന്ന റിപ്ലൈസ് പോലും
ആ ഒരു ഇൻറ്റിമസി ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടാണ്. സോ നമ്മളുടെ കണക്ഷൻസ് മനസ്സിലാക്കി ആർക്കാണോ ഫോർമലായിട്ട് അയക്കേണ്ട മെയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കാനും, വെരി കാഷ്വൽ ആയിട്ടുള്ള റിപ്ലൈസ് ആണെങ്കിൽ ആ രീതിയിലും സ്മാർട്ട് റിപ്ലൈസിന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ലെവലിലേക്ക് AI മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഫോട്ടോസ് ആപ്പിലേക്ക് വരുമ്പോൾ ക്ലീനപ്പ് ഇപ്പോൾ ഉള്ളതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ക്ലീനപ്പ് വെർഷനാണ് iOS 27 കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ എക്സ്പാൻഷൻ, അതോടൊപ്പം സ്പേഷ്യൽ റീഫ്രെയിം എന്ന് പറഞ്ഞ ഫീച്ചർ, അത് ആപ്പിളിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ആപ്പിൾ മാത്രം അല്ലെങ്കിൽ കറൻ്റ്ലി ഐഫോണിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഉള്ളത്. സോ നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഫോട്ടോ, അത് എടുത്തിരിക്കുന്ന പേഴ്സ്പെക്റ്റീവ് നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലേക്ക് റീഫ്രെയിം ചെയ്യാൻ സാധിക്കുന്ന പുതിയ ഫീച്ചറും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ ആപ്പിൽ നമ്മളിപ്പം ഒരു എയർലൈൻസുമായിട്ട് കോൾ ചെയ്യുമ്പം നമുക്ക് എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ മെയിൽസോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആ ക്വറി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ AI നമുക്ക് വേണ്ടി അത് സജസ്റ്റ് ചെയ്യും ഫോൺ ആപ്പിൽ. അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുവാണ്, അതിൽ പ്രൂഫ് റീഡിങ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൂഫ് റീഡിങ്, ഷോർട്ട് കട്ട്സ് ആപ്പിൽ നിങ്ങൾക്കില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഇങ്ങനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് കട്ട് നിങ്ങൾ ഷോർട്ട് കട്ട്സ് ആപ്പിൽ ഡിസ്ക്രൈബ് ചെയ്താൽ മതി, അത് ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ ഷോർട്ട് കട്ട്സ് ആപ്പിൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ഇതെല്ലാം പുതിയ AI ബേസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ആണ്. അതിൻ്റെ പ്രധാന റീസൺ ഞാൻ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ പുതിയ ഫൗണ്ടേഷൻ മോഡലും അതോടൊപ്പം ജെമിനിയുടെ ഇൻ്റഗ്രേഷൻ കൊണ്ടാണ് ഇത് സാധ്യമായത്. എന്നാൽ അതിൽ ആളുകൾക്കിടയിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അവസാനം പറഞ്ഞായിരുന്നു ആപ്പിളിൻ്റെ ഓൺ ഡിവൈസ് ഉള്ള ഹൈ എൻഡ് മോഡൽസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ എയർ അല്ലെങ്കിൽ ഐഫോൺ 17 Pro Max, ഐപാഡ് ആണെന്നുണ്ടെങ്കിൽ M4 M5 സീരീസ്, മാക് ആണെങ്കിലും M3 M5 സീരീസിലൊക്കെ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ഈ പറഞ്ഞ 16 Proയും 15 Proയും 16 സീരീസ് 17 ഐഫോൺ 17 പോലും യൂസ് ചെയ്യുന്ന യൂസേഴ്സ് പറ്റിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവർക്കൊന്നും ഈ ഫീച്ചേഴ്സ് കിട്ടത്തില്ലേ എന്നുള്ളത്. ഇന്നലെ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് 90% ഫീച്ചേഴ്സും ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും അല്ലെങ്കിൽ എല്ലാ യൂസേഴ്സിനും ഐഫോൺ 15 Pro മുതലുള്ള എല്ലാ യൂസേഴ്സിനും ലഭിക്കുന്നതാണ്. അതിലെ രണ്ട് ഫീച്ചേഴ്സാണ് ഓൺ ഡിവൈസ് റൺ ചെയ്യേണ്ട ഹൈ എൻഡ് മോഡൽസിൽ വർക്ക് ചെയ്യേണ്ട രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് സിറിയുടെ എക്സ്പ്രസ് വോയിസ് എന്ന് പറയുന്ന ഫീച്ചർ, അതായത് സിറിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഫേസ് അതോടൊപ്പം എക്സ്പ്രഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ഫീച്ചർ. രണ്ട്, അഡ്വാൻസ് ഡിക്റ്റേഷൻ. ഇത് നോർമലി ഉള്ള ഡിക്റ്റേഷൻ പോലെയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 12 GB റാം വേണം. അത് കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ഐഫോൺ 17 Proയിലും Pro Maxലും ഐഫോൺ എയറിലുമാണ്. അതിന് താഴേക്കുള്ള ഐഫോൺ 15 Pro ആയിക്കോട്ടെ, 16 Pro ആയിക്കോട്ടെ, ഈവൻ 17 ആയിക്കോട്ടെ, അതിലെല്ലാം 8 GB റാമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് പവർഫുൾ ആയിട്ടുള്ള ഓൺ ഡിവൈസ് മോഡൽസ്, ഈ പറഞ്ഞ രണ്ട് ഫീച്ചേഴ്സാണ് പവർഫുൾ ആയിട്ടുള്ള ഓൺ ഡിവൈസ് മോഡൽസ്. ഇത് ഈ പറഞ്ഞ എയർ 17 Pro ഒഴിച്ച് ബാക്കി ഡിവൈസുകളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 90-95% ഫീച്ചേഴ്സും നമ്മളുടെ ഈ പറഞ്ഞ എല്ലാ ഐഫോണിലും 15 Pro മുതലുള്ള എല്ലാ ഐഫോണിലും വർക്കാകും. ആൻഡ് ആപ്പിൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യമാണ്, ആപ്പിളിൻ്റെ ഇതുപോലത്തുള്ള എല്ലാ കോൺവെർസേഷൻസും അല്ലെങ്കിൽ AI ആയിട്ടുള്ള ടോക്കൺസ് എക്സ്ചേഞ്ചുകളെല്ലാം തന്നെ പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള കാര്യം. സോ ക്ലൗഡിലാണെങ്കിലും ഓൺ ഡിവൈസ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ആപ്പിളിനോ ഗൂഗിളിനോ അല്ലെങ്കിൽ ഡിവൈസിലോ അത് സേവ് ആകുന്നതല്ലായിരിക്കും. എല്ലാ കമ്മ്യൂണിക്കേഷൻസും AI ആയിട്ടുള്ള നമ്മളുടെ എല്ലാ കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, നമ്മളുടെ പേഴ്സണൽ ഡേറ്റ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, എല്ലാം തന്നെ അതപ്പം തന്നെ ഡിലീറ്റ് ആകുന്നതായിരിക്കും. ആ ഒരു ടാസ്ക് പെർഫോം ആയി കഴിയുമ്പം ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ഓൾറെഡി ആപ്പിൾ തന്നെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ റിസർച്ച് പേപ്പേഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ മൂന്നാമത്തെ മേജർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് iOS 27 പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് ഇപ്പം നിലവിൽ iOS 27 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് iPhone 11 ആണ്. അതിലിപ്പം iOS 26 റൺ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായിട്ട് iOS 27 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. അതാണ് ആപ്പിൾ കൊണ്ടുവന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. 26-നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അതിപ്പം CPU സ്കെഡ്യൂളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാഫിക്സ് ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസിലാണെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഓവറോൾ യൂസേജിൽ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. സോ ഈ കാര്യം ഒഴിച്ചു നിർത്തിയാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതൊന്നുമില്ല, പക്ഷേ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സും ഇംപ്രൂവ്മെൻറ്റ്സും ആപ്പിൾ iOS 27 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.